യേശുവിൻ കരങ്ങളില വീഴുന്നതോ തീയിലല്ല, യേശുവിൻ കരങ്ങളില. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന ഏവർക്കും വേഗം വരുന്നവനായ ക്രിസ്തുയേശുവിന്റെ ധന്യമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. കർത്താവിന്റെ സന്നിധിയിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി മുട്ടുകളെ മടക്കുന്ന ദിനങ്ങളാണ്. ദൈവത്തിന് മുമ്പാകെ അത് ഏറ്റവും വിലപ്പെട്ടതാണ്. കാരണം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കർത്താവ് അവന്റെ പ്രാണനെ വീണ്ടെടുത്ത് സമാധാനത്തിലാക്കി ആത്മീയ ജീവിതം നയിക്കുന്ന സമയത്ത് അവന്റെ പ്രാണൻ വീണ്ടെടുക്കപ്പെട്ടതാണെങ്കിലും ശരീരത്തിന്റെ വീണ്ടെടുപ്പ് കഴിയാത്തത് കൊണ്ട് അവനിൽ ജഡത്തിന്റെ ചിന്തകളും നിരൂപണങ്ങളും വാക്കുകളും പ്രവൃത്തികളും എല്ലാം മുന്നിൽ നിൽക്കുന്നു. കാരണം ജഡത്തിലാണ് ജീവിക്കുന്നത്. ലോകവുമായിട്ട് ബന്ധപ്പെടാൻ പ്രാണന് വഴി ജഡത്തിൽ ദൈവം വെച്ചിട്ടുള്ള 5 വഴികൾ വഴിയാണ്. അതിനാണ് നമ്മൾ പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പഠിക്കുന്നത്. അത് വീണ്ടെടുക്കപ്പെടാത്ത ജഡത്തിന്റെ സ്വാധീനത്തിലായതുകൊണ്ട് മിക്കവാറും മനുഷ്യൻ വീണ്ടെടുക്കപ്പെട്ട പ്രാണനും ജഡത്താലുള്ള സ്വാധീനത്തിലും ലോകത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ വീണ്ടെടുക്കപ്പെട്ടതായതുകൊണ്ട് അവനൊരു നല്ല മനസ്സാക്ഷി കർത്താവ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് ആ നല്ല മനസ്സാക്ഷി കൊണ്ട് ലോകത്തിൽ നന്മതിന്മകളെ തിരിച്ചറിഞ്ഞ് ജഡത്തിന് കീഴ്പ്പെടാതെ ജഡത്തിന്റെ പ്രവർത്തികളെ തിരിച്ചറിഞ്ഞ് അവൻ സൂക്ഷിച്ച് ജീവിക്കുന്ന അവസ്ഥയും ഉണ്ട്. എന്നാൽ നാളുകൾ കഴിയുമ്പോൾ, സമയങ്ങൾ മുമ്പോട്ട് പോകും തോറും ജഡത്തിന്റെ സ്വാധീനം കൂടിക്കൂടി വന്നാൽ അവന്റെ ആത്മമനുഷ്യൻ ബലം കുറഞ്ഞവനായി ഒടുവിൽ ജഡത്തിന് കീഴ്പ്പെട്ടു പോകുന്ന അവസ്ഥയും ഉണ്ടാകും. അങ്ങനെ വരുന്നതാണ് ജഡത്തിന്റെ പ്രവൃത്തികളിൽ കുടുങ്ങിപ്പോകുന്ന അവസ്ഥ. ജഡത്തിന്റെ പ്രവൃത്തികളിൽ ഒരാൾ കുടുങ്ങിപ്പോയാൽ ആ അവസ്ഥയിൽ അവൻ മരിക്കുവാണെങ്കിൽ ജഡത്തിൽ കുടുങ്ങിക്കിടക്കുന്ന അവന്റെ ആത്മാവ് പാതാളത്തിലേക്ക് പോകുന്നു. അത് ഏറ്റവും അപകടം പിടിച്ച ഒരവസ്ഥയാണ്. ഇതാണ് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. കണി പൊട്ടി വഴുതി പോകുന്നത് പോലെ നമ്മുടെ പ്രാണൻ വേട്ടക്കാരന്റെ കയ്യിൽ നിന്ന് വഴുതി പോന്നിരിക്കുന്നു. ശത്രു ജഡത്തിൽ കൂടി പോരാടി പ്രാണനെ ജഡത്തിന്റെ പ്രവൃത്തികളിൽ കുടുക്കി കെണിയിൽ അകപ്പെടുത്തി വെച്ചിരിക്കുമ്പോൾ അതിൽ നിന്ന് വിടുവിക്കുവാനാണ് കർത്താവ് സദാസമയം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി ഒരു മനുഷ്യൻ സ്വയം ഒരു ഉപവാസത്തിനോ പ്രാർത്ഥനയ്ക്കോ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ ദൈവത്തിന് മുമ്പാകെ അത് ഏറ്റവും വിലപ്പെട്ടതാണ്. കാരണം ദൈവത്തിന് പ്രവർത്തിക്കാൻ ഏറ്റവും എളുപ്പമായ അനായാസം ആ കാര്യം സാധിപ്പിക്കാൻ ഇടയായിത്തീരും.
ദാവീദ് തൻ്റെ ജീവിതത്തിൽ എപ്പോഴും ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിച്ചും ആഗ്രഹിച്ചും എപ്പോഴും ദൈവത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ അവൻ്റെ ജീവിതത്തിലും ഒരിക്കൽ ദൈവത്തെ നിരസിച്ച് ജഡത്തിൻ്റെ പ്രവൃത്തികൾക്ക് കീഴടങ്ങി അനുസരിക്കുന്ന ഒരവസ്ഥയുണ്ടായി. അതോടുകൂടി ജഡത്തിൽ കുടുങ്ങിപ്പോയ ദാവീദിൻ്റെ പ്രാണൻ എങ്ങനെ വിടുവിക്കപ്പെടും? ആര് വിടുവിക്കും? അതായത് ഒരു പ്രാണൻ കുടുങ്ങിക്കിടക്കുന്നുവെങ്കിൽ അവിടെ നിന്ന് പോയി വെറുതെ കൊണ്ടുവരാൻ പറ്റില്ല. കാരണം ദൈവത്തിന് ഒരാളെ വിടുവിക്കണമെങ്കിൽ അതിന് കർത്താവിന് കാരണം വേണം. അങ്ങനെയാണ് ദാവീദിനോട് സംസാരിക്കാനായിട്ട് പ്രവാചകനെ അയക്കുന്നതും പ്രവാചകൻ ഒരു സംഭവത്തെ പറയുന്നതും. അത് കേട്ടപ്പോൾ ദാവീദിന്റെ അന്തർഭാഗത്ത് ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പേ വെച്ചിട്ടുള്ള ആ സത്യം, ആ മുൻനിർണയം, അത് എഴുന്നേൽക്കുകയും നീതിബോധമുണ്ടാകുകയും പരമാർത്ഥ മനസ്സ് ഉണരുകയും അതിൽ നിന്ന് അവനൊരു ന്യായവിധി കൽപ്പിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ തൻ്റെ തന്നെ വിധിയായിരുന്നു അത്. അവിടെ ആരെ വിധിച്ചു എന്നുള്ള ചോദ്യം ഏറ്റവും പരമപ്രധാനമാണ്. ദാവീദിന്റെ നാവ് കൊണ്ട് ആരെ വിധിച്ചു? ദാവീദിനെ തന്നെ വിധിച്ചു. അപ്പോൾ വിധിച്ചത് ആര്? വിധിക്കപ്പെട്ടതാര്? വിധിച്ചത് തെറ്റ് ചെയ്ത ദാവീദ്. വിധിച്ചതാകട്ടെ അവൻ്റെ ഉള്ളിലുള്ള സത്യം, അല്ലെങ്കിൽ നല്ല മനസാക്ഷി. അപ്പോൾ ഇത്രയും കാലം ഈ ദിവസങ്ങളിൽ ഇത് തമ്മിൽ ഒരുമിച്ചല്ലേ ഉണ്ടായിരുന്നേ? പരമാർത്ഥ മനസ്സ് ഉണർന്നിരുന്നില്ല. നമ്മൾ പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം വായിക്കുന്നത്, 1-ാം വാക്യം വായിക്കുന്നത് തന്നെ അങ്ങനെയാണ്. എന്തെന്നാൽ പഴയ നിയമപ്രവാചകന്മാർ പറഞ്ഞതും അപ്പോസ്തലന്മാർ പറഞ്ഞതുമായ വചനങ്ങൾ നിങ്ങളെ ഓർപ്പിച്ച് നിങ്ങളുടെ പരമാർത്ഥ മനസ്സ് ഉണർത്തുന്നു. പരമാർത്ഥ മനസ്സുണ്ട്, അത് ഉറങ്ങിക്കിടക്കുകയാണ്, കെട്ടുകിടക്കുകയാണ്. പരമാർത്ഥ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം അതിന് വിവിധ ഘട്ടങ്ങളുണ്ട്. പരമാർത്ഥ മനസ്സ് ഉണർന്നിരിക്കുന്ന സമയമുണ്ട്, പരമാർത്ഥ മനസ്സ് തള്ളിക്കളഞ്ഞ സമയമുണ്ട്. അങ്ങനെ പല ഘട്ടങ്ങൾ പരമാർത്ഥ മനസ്സിനുണ്ട്. അപ്പോൾ അത് പ്രവർത്തിക്കാൻ സാധിക്കാതെ വണ്ണം ദാവീദിൽ പരമാർത്ഥ മനസ്സ് ഉറങ്ങിക്കിടക്കുകയാണ്. എന്നാണ് അവൻ ഉറങ്ങിയത്? അല്ലെങ്കിൽ എന്താണ് മരിച്ചതെന്ന് തന്നെ പറയാം. എന്നാ മരിച്ചതെന്നാ? ആ മരിച്ച സന്ദർഭമാണ് ദൈവത്തെ നിരസിച്ചത്. പാപത്തിന് ശേഷം മനുഷ്യവംശത്തിന് ദൈവം കൊടുത്തിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് തൻ്റെ ആത്മാവിനെ അവരിൽ വസിക്കുമാറാക്കും. എന്തിനു വേണ്ടിയിട്ട്? അവിടെ റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് വാദിച്ചുകൊണ്ടിരിക്കുന്നു. നീ ദൈവത്തിന്റെ മകനാണ്, നീ ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ടവനാണ്, നീ അത് ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്തതാണ്, നീ അവിടേക്ക് പോകരുത്, നീ അവിടേക്ക് പോകണം. ഇങ്ങനെ വിവിധ തരത്തിലുള്ള ദൈവ ഇഷ്ടം സദാസമയം മനുഷ്യന്റെ ആത്മാവിനോട് വാദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം ദൈവത്തിന്റെ ജനത്തിന് ദൈവം കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കൊടുത്തിട്ടുള്ള സമയത്ത് നീ അത് ചെയ്യരുത് എന്ന് പറയുമ്പോൾ പറയുന്ന
ആ ദൈവത്തിന്റെ ഇഷ്ടം അതാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അപ്പോൾ തന്നെ പരമാർത്ഥ മനസ്സ് അതനുസരിച്ച് അതിഷ്ടം ചെയ്യാതിരുന്നു. അതോടുകൂടി അവൻ ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവൻ എന്ന് സാക്ഷ്യം പ്രാപിക്കുക. അതുകൊണ്ടാണ് റോമാലേഖനം 8-ാം അധ്യായത്തിൽ വായിക്കുന്നത്, ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്നവൻ ദൈവത്തിന്റെ മകനാകുന്നു. ഇങ്ങനെയാണ് ദൈവത്തിന്റെ പൈതലാകുന്നത്. അപ്പോൾ ദൈവത്തിന്റെ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന അവന് ദൈവമക്കളാകാൻ അധികാരം കൊടുത്തു. ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ട് ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുമ്പോൾ ദൈവത്തിന്റെ മകളായി. പക്ഷേ തുടർന്ന് സ്വന്തം ഇഷ്ടപ്രകാരം നടക്കുന്നതെങ്കിൽ ആ പദവി നഷ്ടപ്പെടുകയുള്ളൂ. തുടർന്ന് നടക്കേണ്ടതാണ്. ദൈവത്തിന്റെ മക്കളായി തീരുമ്പോൾ തന്നെ ദൈവം മനുഷ്യരിൽ ഒരാത്മാവിനെ കൊടുത്തിട്ടുണ്ട്, തൻ്റെ ആത്മാവിനെ കൊടുത്തിട്ടുണ്ട് വസിക്കുമാറാക്കാൻ. എന്തിനു വേണ്ടിയിട്ട്? അവൻ്റെ ഓരോ പ്രവൃത്തിയിലും ഭാവങ്ങളിലും വാക്കുകളിലും അനുഭവങ്ങളിലും എല്ലാം വാദിച്ചുകൊണ്ടിരിക്കാൻ. ഇപ്പൊ നീ ആ കൊണ്ടുവന്നില്ലേ, അത് നിനക്ക് കഴിക്കാൻ പാടില്ല, അത് നിനക്ക് കഴിക്കാൻ പാടില്ല, അത് നിനക്ക് സംസാരിക്കാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല, അത് അനുഭവിക്കാൻ പാടില്ല. ഇങ്ങനെ സദാസമയം ആത്മാവിനോട് വാദിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ വാദിക്കുന്ന വാദം കേട്ട് അതനുസരിച്ച് ജീവിക്കുന്നവൻ, വചനപ്രകാരം ദൈവാത്മാവ് നടത്തുന്നവൻ ദൈവത്തിന്റെ മകനാകുന്നു, അല്ലെങ്കിൽ മകളാകുന്നു. അവനാണ് യഥാർത്ഥത്തിൽ പുത്രത്വത്തിൽ കീഴടങ്ങി അനുസരിച്ചു പോകുന്ന ഒരു മനുഷ്യൻ. ഇനി മറിച്ച് ദൈവത്തിന്റെ ആത്മാവ് മനുഷ്യന്റെ ആത്മാവിനോട് പറഞ്ഞ വാക്കുകൾ നിരസിച്ച് സ്വന്തം ഇഷ്ടം ചെയ്യുന്നു, ജഡത്തിന്റെ ഇഷ്ടം ചെയ്ത് ജീവിക്കുന്നുവെങ്കിൽ ദൈവം വീണ്ടും അത് ഓർപ്പിക്കും. വീണ്ടും നിരസിക്കുന്നുവെങ്കിൽ ദൈവം ഒരു ബാലശിക്ഷയോ ശാസനയോ നൽകും. അതും നിരസിച്ച് മുമ്പോട്ട് പോകുന്നുവെങ്കിൽ വീണ്ടും 2-ഓ 3-ഓ വട്ടം ദൈവം ഇതൊക്കെ ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം വാദം നിന്നു എന്ന് പറഞ്ഞാൽ എന്താ സ്ഥിതി? അതായത് വാദം നിന്ന മനുഷ്യന്റെ ജീവിതം, ഒരു കുഞ്ഞിന് ഇന്ന് നമുക്കിവിടെ വാതിലുണ്ട്, വടിയുണ്ട്, ശാസനയുണ്ട്, ഗേറ്റ് അടച്ചിട്ടുണ്ട്, എല്ലാം ഉണ്ട്. ഇവിടെ ഈ കുട്ടിയെ നമ്മൾ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ, അവനവനെ ശാസിക്കാതെ, ശിക്ഷിക്കാതെ, വാതിലടച്ച് ഇടാതെ, ഗേറ്റ് അടച്ചിടാതെ അങ്ങ് തുറന്നു വിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി അങ്ങ് പോകും. എങ്ങോട്ട് പോകും? ഇവിടെ നിന്ന് കുറെ കഴിഞ്ഞ് അവന് തന്നെ ഇഷ്ടമെല്ലാം ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി, അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി, റോഡിലേക്ക് ഇറങ്ങി, അവിടെ വണ്ടിയുണ്ടോ ഇതുണ്ടോ ഇതൊന്നും അവനറിയുന്നില്ല. അത് ആ പോക്ക് അപകടത്തിലേക്കാണ്. അത് വാദം നിന്നവരുടെ യാത്രയാണ്. അതാണ് നമ്മൾ പലപ്പോഴും പല ജീവിതങ്ങളെയും നോക്കുമ്പോൾ കണ്ടിട്ടുണ്ട്. ഇവൻ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇവൻ ദൈവസഭയില് വിശ്വാസി എന്ന് പേര് കേട്ടവനാ, ശരി, അത്രയൊന്നും പോയില്ലെങ്കിൽ ഇവൻ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവനാണോ എന്ന് ചോദിക്കത്തക്കവണ്ണമുള്ള പ്രവൃത്തി നമ്മൾ കാണുമ്പോൾ, എന്നിട്ടും ദൈവം അവനെ ഉപേക്ഷിച്ച് കളയുന്നുമില്ല. അതിന്റെ കാരണം അവന് വാദം നിന്നതാണ്. ഏത് കഠിന പ്രവൃത്തിയും ചെയ്യുവാൻ യാതൊരു മടിയുമില്ലാത്തവൻ. കാരണം ആരെങ്കിലും ശിക്ഷിക്കാനോ, ആരെങ്കിലും ശാസിക്കാനോ, ഉപദേശിക്കാനോ, അവനെ ഒന്ന് നിയന്ത്രിക്കാനോ ആളില്ലെങ്കിൽ പിന്നെ അവന്, കാരണം ഭൂമിയിൽ മനുഷ്യന്റെ ജീവിതം അതാണ്. ഒരു ശിശു ജനിക്കുമ്പോൾ മുതൽ അവനെ യാതൊരു തരത്തിലുള്ള നിയന്ത്രണവും ഇല്ലാതെ അങ്ങ് വിട്ടുകഴിഞ്ഞാൽ അവൻ ഈ ലോകത്തിൽ ജീവിച്ചതിന് ശേഷം നരകത്തിൽ പോകുമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. അതിന്റെ കാരണം സ്വാഭാവികമായി ഈ ലോകം ദുഷ്ടന്റെ അധീനതയിലാണ്. ലോകത്ത് ജനിക്കുന്നവൻ ദുഷ്ടന്റെ അധീനതയിൽ തന്നെയാണ്. അതുകൊണ്ട് ദുഷ്ടന്റെ നിയന്ത്രണത്തിലാണ്. മാനവരാശിയെ നശിപ്പിക്കുക എന്നുള്ളതാണ് ദുഷ്ടന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ലോകത്തിൽ സ്വാഭാവികമായി ജീവിക്കുന്നവൻ ചെന്നെത്തുന്നത് നാശത്തിലായിരിക്കും. ഇത് അറിഞ്ഞുകൊണ്ടാണ്
ഇതെല്ലാം അറിയുന്ന ദൈവമാണ്. ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ മുഴുവനും ആ സമയം മുതൽ തീപ്പൊരി ഉയരെ പറക്കുന്നത് പോലെ മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു. എവിടെ ചെന്നാലും അവന് നിയന്ത്രണമേ ഉള്ളൂ, അവന് കാലവും സമയമേ ഉള്ളൂ. അവന്റെ ഇഷ്ടപ്രകാരം ജീവിക്കാൻ ദൈവം അവനെ അനുവദിച്ചിട്ടില്ല. എന്നിട്ട് തന്നെ ദൈവത്തെ കണ്ടെത്താതെ ദൈവത്തിന് എതിരാളികളായിട്ട് നശിച്ചു പോകും. ഇന്ന് ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ നാം ഓർക്കേണ്ടത്, ഒരു ദോഷം ചെയ്യുമ്പോൾ, ഒരു ദോഷത്തിലേക്ക് തിരിയുമ്പോൾ നമ്മെ നിയന്ത്രിക്കാനും ഓർപ്പിക്കാനും തിരിക്കാനും ആരുമില്ല എങ്കിൽ ആ അവസ്ഥ ഭയാനകമാണ്. യാതൊരു പാപബോധവും ഇല്ല. ഊര്യാവിനെ കൊന്നു, അവന്റെ ഭാര്യയെ എടുത്തു, അതിൽ കുഞ്ഞുണ്ടായി, എല്ലാം തകൃതിയാണ്, ഭയങ്കരമായി. ഇത് എങ്ങനെ സാധിക്കുന്നു? ഈ മനുഷ്യന് ഇത് എങ്ങനെ സാധിക്കുന്നു? ദൈവത്തിന്റെ പെട്ടകവും ദൈവത്തിന്റെ നാമം ദുഷിക്കുന്നതും കണ്ട് ഒരിക്കൽ തന്റെ മനസാക്ഷി എരിഞ്ഞ ഈ ദാവീദിന് എങ്ങനെ സാധിക്കുന്നത്? നമ്മളിത് ആരെയും കുറ്റം പറയണ്ട, ഒരു മനുഷ്യനെയും നമ്മൾ വിധിക്കണ്ട. വാദം നിന്നാൽ, നമ്മിൽ വസിക്കുമാറാക്കിയ ദൈവത്തിന്റെ ആത്മാവിന്റെ വാദം നിന്നാൽ പിന്നെ നാം എന്ത് ചെയ്യുന്നു വരെ ഒരു ലക്ഷ്യവും ഉണ്ടാവില്ല. ഏത് കഠിന പ്രവൃത്തിയും. അതല്ലേ ഇസ്രായേലിന് പ്രമാണം കൊടുക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് പ്രമാണം കൊടുക്കുന്ന പോലെയല്ല. നമ്മൾ കേട്ടിട്ടുണ്ട്, കരുണയുള്ള സ്ത്രീകൾ സ്വന്തം കയ്യാൽ സ്വന്തം കുഞ്ഞുങ്ങളെ പാകം ചെയ്തു. ഭക്ഷണം കഴിക്കാനായിട്ട് വിശന്നു കഴിഞ്ഞപ്പോൾ സ്വന്തം കുഞ്ഞുങ്ങളെ തിന്നു. ആടിന്റെ കുട്ടിയെ അറുത്ത് ഭക്ഷിക്കുമ്പോൾ അതിന്റെ തള്ളയുടെ പാലിൽ പാകം ചെയ്യരുത്. ഒക്കെ ചെയ്യും. ഈ ഒരു കൂട്ടം അത് ചെയ്യും. ആര്? ദൈവജനം എന്ന് പറയുന്ന കൂട്ടം ദൈവത്തോട് ശഠിച്ച് ദൈവത്തെ നിരസിച്ച് കഠിനപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം അവനൊരു പ്രയാസമില്ല, അവൻ ചെയ്യും. ആ അവസ്ഥയിലേക്കാണ് മനുഷ്യൻ എത്തിച്ചേരുന്നത്. പിന്നെ അവനെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ഇവനിൽ എന്തെങ്കിലും നന്മയുണ്ടോ എന്ന് ദൈവം പരിശോധിക്കും. ഏതെങ്കിലും ഒരു നന്മയുണ്ടോ എന്ന് ദൈവം പരിശോധിക്കും. എവിടെയെങ്കിലും. അവിടെയാണ് നമ്മുടെ കർത്താവിന്റെ പ്രവൃത്തിയുടെ ആഴം. ചതഞ്ഞ ഓടയെ ഒടിച്ചു കളയാത്തവൻ, പുകയുന്ന തിരിയെ കെടുത്തു കളയാത്തവൻ, ഒരു തീയുടെ ഒരംശം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു നന്മയുടെ ഒരു വശം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് കർത്താവ് തീയാക്കി കൊണ്ടുവരും. ഒടിഞ്ഞ് അറ്റുപോകാത്ത ഏതെങ്കിലും ഒരു ഭാഗം ഉണ്ടെങ്കിൽ അത് കർത്താവ് കൂട്ടിയിണക്കി പണിതെടുക്കും. അത് കർത്താവ് പരിശോധിച്ചത് ചെയ്യും. അതുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ നാം ആയിരിക്കുന്ന ഈ സന്ദർഭങ്ങൾ, 21 ദിവസം കർത്താവിന്റെ സന്നിധിയിൽ ആയിരിക്കുമ്പോൾ നാം ഓർക്കേണ്ടത്, കർത്താവ് പറഞ്ഞിരിക്കുന്ന പോലെ ചാകാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കാം. അറ്റുപോയിട്ടില്ല. ദൈവത്തിൽ നിന്നുള്ള ബന്ധം അറ്റുപോകണമെങ്കിൽ ദൈവത്തിന് ഇനി ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന് ഒരാളെ കുറിച്ച് പറയണമെങ്കിൽ വേരറ്റ് പോകണം. വേരറ്റ് പോയവനെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം വേരറ്റ് പോയവൻ കറക്കൻ വെള്ളിയാണ്, ദൈവത്തിൽ നിന്ന് അറ്റുപോയവനാണ്. പിന്നെ അവനെ നേരെയാക്കി എടുക്കുക സാധ്യമല്ല. കാരണം ദൈവം അവനെ ഉപേക്ഷിച്ച് കളഞ്ഞതാണ്. വേരറ്റ് പോകുന്നു. എവിടെ നിന്ന് വേരറ്റ് പോകുന്നു? നമ്മൾ ലേഖനത്തിൽ വായിക്കുന്നത് പ്രകാരമാണ്, നിങ്ങൾ ക്രിസ്തുവിൽ വരുമെന്ന് ജീവിക്കുന്നവരാണ്. ക്രിസ്തുവിലാണ് വേരുന്നത്. ആ വേരാണ് അറ്റുപോകുന്നത്. അതെപ്പോഴാണ് വേരറ്റ് പോകുന്നത്? വേരറ്റ് പോകുന്നതിന് മുമ്പ് 2 പ്രാവശ്യം മരിക്കണം. 2 ഇല പൊഴിഞ്ഞ് 2 ചത്ത് വേരറ്റ് പോകുന്നു. ചില ഘട്ടങ്ങളുണ്ട്. ആദ്യം ഇല പൊഴിയും. ഇല പൊഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃക്ഷത്തിന്റെ നിലനിൽപ്പ്, ഒരു മനുഷ്യൻ ആഹാരം കഴിക്കുന്നത് വായിൽ വെച്ച് അകത്ത് ചെന്ന് അത് ദഹിച്ച് ശരീരത്തോട് ചേർന്നാണ് അവൻ ജീവിച്ചുകൊണ്ട്. ആഹാരമില്ലെങ്കിൽ അധികം നാൾ ജീവിക്കാൻ പറ്റില്ല. ഇതുപോലെ തന്നെ ഒരു വൃക്ഷം, ആ വൃക്ഷത്തിന് വേണ്ട ആഹാരം പാകം ചെയ്യുന്നത് ഇലയിൽ വെച്ചാണ്. അത് ആദ്യം അങ്ങ് പൊഴിയും.
അത് ആദ്യം അങ്ങോട്ട് പൊഴിയും. പൊഴിഞ്ഞ് രണ്ടാമത് ഘട്ടം മരണപ്പെടും. ബാൽ മുഖാന്തരം പാപം ചെയ്തപ്പോൾ അവൻ മരിച്ചുപോയെന്ന് ഓശയപ്രവൃത്തിയുള്ളതുപോലെ അത് ഒന്നാമത്തെ മരണമാണ്. രണ്ടാമത്തെ അതിനെ ഏറ്റുപറയാതെ അത് ക്രമീകരണം പ്രാപിക്കാതെ മുമ്പോട്ട് പോകുമ്പോൾ വീണ്ടും അതേ അകൃത്യത്തിൽ തന്നെ ചെത്ത് രണ്ടാമതും മരിക്കുന്നു. അപകടാവസ്ഥയിലേക്ക് വരികയാണ്. തുടർന്ന് ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു വരാൻ സാധിക്കാത്ത ദൈവം പരിശോധിക്കും, ഏതെങ്കിലും ഒരു നന്മയുണ്ടോ ഇതിനകത്ത് എന്ന് പരിശോധിച്ചതിന് ശേഷം യാതൊരു നന്മയും ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ, അതിനകത്ത് ഇവനെ രക്ഷിക്കത്തക്കവണ്ണം ഒരു നന്മയും ഇല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ അവൻ ജാതിയാണ്. അതായത് ദൈവം മുൻകണ്ടിട്ടില്ലാത്തവനും ദൈവത്തിന്റെ ശത്രുവാണ്. അതാണ് അവൻ മുഴുവനും പാപത്തിൽ പിറന്നവൻ നമ്മൾ വായിച്ചിട്ടുള്ളത്. അതിനകത്ത് ഇരുട്ടല്ലാതെ വെളിച്ചമില്ല, തീയില്ല, മറ്റു പോകാത്ത അംശമില്ല. ദൈവത്തിനൊന്നും ചെയ്യാൻ സാധിക്കില്ല. അവനാണ് ക്രമേണ വേരറ്റ് പോകുന്നത്. വേരറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ ഉള്ള അനുഭവത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്നേഹസദ്യകളിൽ മറിഞ്ഞു കിടക്കുന്ന പാറകൾ, മഹിമകളെ ദുഷിക്കുന്നവര് മുതലായിട്ടുള്ള കാര്യങ്ങളിലേക്കെല്ലാം പിന്നെ അങ്ങ് പോകും. എന്നാൽ ദൈവത്തിന്റെ ജനം ദൈവത്താൽ വിളിക്കപ്പെട്ട് സഭയിലേക്ക് വരുമ്പോൾ ദൈവം കൊടുത്തിട്ടുള്ള ദൈവത്തിന്റെ ആത്മാവിന്റെ വാദം, ആ വാദം പറയുന്നതനുസരിച്ച് ചിലപ്പോൾ കേൾക്കാൻ പറ്റാതെ വരും, അത് ശക്തമായിട്ട് അറിയാൻ പറ്റാതെ വരും, ദൈവേഷ്ടം തിരിച്ചറിയാൻ ചിലപ്പോൾ സാധിക്കാതെ വരും. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും, ഒരാളൊരു ദിവസം ഇരുന്ന് പറയാം, എനിക്ക് വലിയൊരു അബദ്ധം പറ്റി, ഞാനൊരു പ്രവൃത്തി ചെയ്ത് അതിനാൽ എനിക്ക് ഭയങ്കര ഒരു നഷ്ടം വന്നു. ഞാൻ അവിടെ പോയി ആ പ്രവൃത്തി ചെയ്യാൻ സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നിയതാ, വേണ്ട വേണ്ട, എൻ്റെ ഉള്ളിൽ നിന്ന് ആരും പറയുന്ന പോലെ തോന്നിയതാ, വേണ്ട വേണ്ട, പക്ഷെ ഞാനങ്ങ് ചെയ്തു. അതായത് സ്പഷ്ടമായില്ല. മനുഷ്യനൊരു സാധു മനുഷ്യനാണ്. ദൈവത്തിന്റെ ഇഷ്ടം മനസാക്ഷിയെ കൂടി കർത്താവ് പറഞ്ഞതാ, പക്ഷെ സ്പഷ്ടമായില്ല. അതുകൊണ്ട് ആ അവധിച്ച് കർത്താവ് അതിന് ശിക്ഷ കൊടുത്ത് കയറ്റിക്കൊണ്ട് വരികയും ചെയ്തു. അപ്പൊ ഇങ്ങനെ വിവിധ തരത്തിൽ സ്പഷ്ടമായിട്ട് നിഷേധിച്ചിട്ടില്ല, ദൈവത്തെ മറന്നിട്ടില്ല. അതുകൊണ്ടാണ് വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, എപ്പോഴും ഓർക്കേണ്ടത് കഠിനമായിട്ട് ചെയ്യുന്നത്, മോഹത്തിന് കീഴ്പ്പെട്ട്, കൊതിക്ക് കീഴ്പ്പെട്ട്, പ്രതികാരത്തിന് കീഴ്പ്പെട്ട്, ജാരശങ്കയ്ക്ക് കീഴ്പ്പെട്ട്, ഇങ്ങനെ മുതലായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഇതിന് കീഴ്പ്പെട്ട് ദൈവത്തെ നിരസിച്ച് വരുന്നവൻ നിശ്ചയമായിട്ടും വചനം പറയുന്നത് കാമുകിയായിരിക്കുന്നവളോ ജീവിച്ചിരിക്കുകയിൽ തന്നെ ചത്തവൾ. മോഹത്തിന് കീഴ്പ്പെട്ട് പോയി കഴിഞ്ഞാൽ ആ സമയത്ത് അവൻ മരിച്ചു, അതിന് സംശയമൊന്നും വേണ്ട. ഇനി മറ്റൊന്ന്, ആവശ്യങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിന് കടന്നുപോയി, അന്നേരം കർത്താവ് ഓർപ്പിച്ച് അതിന് പോകണ്ടെന്ന് ശ്രദ്ധിച്ചില്ല. മോഹത്തിന് കീഴ്പ്പെട്ടൊന്നുമല്ല, ഒരു പ്രവൃത്തി ചെയ്യാൻ മനസ്സിൽ തോന്നി അങ്ങ് പോയതാ. മോഹത്തിനൊന്നും കീഴ്പ്പെട്ടിട്ടില്ല, എന്നാലും ദൈവത്തെ നിരസിച്ചു, അത് കർത്താവ് കയറ്റിക്കൊണ്ട് പോയി. എന്നാൽ ഇത് ദാവീദിന്റെ ഉള്ളത്തെ ഉണർന്ന് വിധിച്ചപ്പോൾ, മുൻപ് ദൈവം പറഞ്ഞതിനെ നിരസിച്ച്, എന്നെ നിരസിച്ച് നീ ഹിത്യനായ ഊരിയാവിന്റെ ഭാര്യ എടുത്തുവെന്ന് വചനത്തിൽ നമ്മൾ പഠിക്കുന്ന പോലെ, നല്ല മനസാക്ഷി ഉണർന്ന് ജീവിക്കേണ്ട സ്ഥാനത്ത് കർത്താവിനെ നിരസിച്ചപ്പോൾ മരിച്ചുപോയ അവന്റെ നല്ല മനസാക്ഷി, ആ മനസാക്ഷി ഉണർന്നപ്പോഴാണ് പറയുന്നത്, ആ മനുഷ്യൻ ആരായാലും അവൻ മരണയോഗ്യനാണ്. വിധിച്ചത് നല്ല മനസാക്ഷി, വിധിക്കപ്പെട്ടത് ദാവീദ്. അപ്പോ ഇവിടെ ഒരു കാര്യം ചോദിക്കേണ്ട ചോദ്യം, ഈ പ്രവൃത്തി ചെയ്തതും ഇത്രയെല്ലാം, ഒരു നീതിമാനെ കൊല ചെയ്തതും എല്ലാം നല്ല മനസാക്ഷിക്ക് പങ്കില്ലായിരുന്നോ? ഇല്ല. നല്ല മനസാക്ഷിയെ നിരസിച്ചാണ് ഹൃദയകാഠിന്യത്തിൽ അകപ്പെട്ട് ഇതെല്ലാം ചെയ്തത്. അതുകൊണ്ട് ഇന്ന് വന്നിരിക്കുന്ന അപകടത്തിന് പ്രാണൻ ഉത്തരവാദിയാണ്. കാരണം നല്ല മനസാക്ഷി നിരസിച്ച് ചെയ്ത പ്രവൃത്തികളാണ്. ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ
ഉപവാസവും പ്രാർത്ഥനയുമായി നമ്മൾ മുട്ടുകളെ മടക്കുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, ദൈവത്തെ നിരസിച്ചും നല്ല മനസ്സാക്ഷിയെ നിരസിച്ചും ചെയ്യുന്ന കാര്യങ്ങൾ ഇതുപോലെ എല്ലാം മരണത്തിനൊക്കെ പാവം ആകണമെന്നില്ല. ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടെങ്കിൽ മതി. ഞാനത് അവനൊരു 5 രൂപ ചോദിച്ചു, അവനൊരു 10 രൂപ ചോദിച്ചു, ഞാൻ കൊടുക്കണോ? അവനൊരു പൈസ ചോദിച്ചു, ഞാൻ കൊടുക്കണോ? പൈസ ഉണ്ടായിരുന്നു, കൊടുക്കണ്ട. നല്ല മനസ്സായിട്ട് പറഞ്ഞു കൊടുക്കണം. ശത്രുവിനെ സ്നേഹിക്കാനാ വചനം, എന്നാലും കൊടുത്തില്ല. അത് നല്ല മനസ്സാക്ഷിയെ നിരസിച്ചത് തന്നെയാണ്, ദൈവത്തിന്റെ വാക്ക് നിരസിച്ചത് തന്നെയാണ്. പക്ഷേ അത് മരണത്തിലേക്ക് കൊണ്ടുപോയില്ല. പിന്നെയോ അത് അവനിൽ മാലിന്യം ഉളവാക്കി, അത് അവനിൽ ക്ഷീണം ഉളവാക്കി. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഇവിടുന്ന് വചനത്തിൽ ചിന്തിച്ചു കഴിയുമ്പോഴത്തേക്കും യഥാസ്ഥാനവും ക്രമീകരണത്തിന് വേണ്ടി ചിന്തിക്കുമ്പോൾ ആരെങ്കിലും ചിന്തിക്കുമോ, ഞാൻ ദാവീദിനെ പോലെ അത്രയും വലിയ പാപമൊന്നും ചെയ്തിട്ടില്ല, നല്ല മനസ്സാക്ഷി നിരസിച്ച് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് എഴുതിയിട്ടുണ്ടോ? അങ്ങനെയൊന്നും നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞ് ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയും. അങ്ങനെയല്ല, ഉണ്ട്. അത്രയും വലിയ കാര്യങ്ങളല്ലെന്നേ ഉള്ളൂ, ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. ഒരു സമയം ഒരു ദിവസം ഉപവസിക്കണം എന്ന് നല്ല മനസ്സാക്ഷി എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിരസിച്ചു, എത്ര പ്രാവശ്യം ഞാൻ നിരസിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഫലവും പറയുന്നത് പെട്ടെന്ന് വെളിപ്പെടുന്നതല്ല, ഇതൊക്കെയും കർമ്മങ്ങളായിട്ട് ദോഷങ്ങളായിട്ട് ഉള്ളിൽ കിടക്കുകയാണ്. ഇന്ന് ഈ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മുടെ തെറ്റുകളെ വിധിക്കുന്നവൻ എഴുന്നേൽക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ചിന്തിക്കാനുണ്ടായ കാരണം. ഇത്രയും ദിവസം, ഇത്രയും നാള് ഊരിയാവിന്റെ ഭാര്യയുമായി ജീവിച്ചിട്ടും നീതിമാനായവനെ കൊന്നിട്ടും അവന്റെ ഭവനം ഇല്ലാതാക്കിയതും ഒരു കൂസലും ഇല്ലാതെ ആ വാർത്തയും കേട്ട് സുഖമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുക. അവനൊരു മനസാക്ഷി കൊത്തുമില്ല. എന്താണ് കാരണം? മനസാക്ഷി കുത്തുന്നവനും വിധിക്കുന്നവനും മരിച്ച്. ഇന്ന് കർത്താവ് അതിനെ ജീവിപ്പിച്ചു. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവം ഉപവാസത്തോട് ഇടപെട്ട് ദാവീദിന്റെ ഉള്ളത്തെ നല്ല മനസാക്ഷിയെ ഉണർത്തിയതുപോലെ, പരമാർത്ഥ മനസ്സിനെ ഉണർത്തിയതുപോലെ കൃത്യമായിട്ട് ഓട്ടം കൂടാതെ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി ചെയ്ത് ഈ ഉള്ളത്തെ ഉണർത്തുന്നുവെങ്കിൽ കാണാൻ ഒരു കടലാസ് എടുത്ത് എഴുതിയാൽ മതി. വിധിക്കുന്നവൻ വിധിക്കുന്ന വിധി, നീ സംസാരിച്ച സംസാരങ്ങൾ, പ്രവർത്തിച്ച പ്രവൃത്തികൾ ഓരോന്നോരോന്നായിട്ട് വിധിക്കുന്നവൻ എഴുന്നേറ്റാൽ പിന്നെ സ്വസ്ഥതയുണ്ടാവുകയില്ല. അത്രമാത്രം എണ്ണമറ്റ ലംഘനമായിരിക്കും നമ്മുടെ ജീവിതത്തിലുള്ളത്. ഇത്രയും കാലം അത് ബോധ്യപ്പെട്ടില്ല. കാരണം വിധിക്കുന്നവൻ എഴുന്നേറ്റിട്ടില്ല. മരണയോഗ്യനെന്ന് ദാവീദോട് പറഞ്ഞവൻ മരിച്ചു കിടക്കുന്ന കാലത്തോളം, ഉറങ്ങിക്കിടക്കുന്ന കാലത്തോളം, പ്രസക്തമല്ലാത്ത കാലത്തോളം ഇങ്ങനെ ഒരു കാര്യത്തിന് പ്രസക്തിയില്ല. എന്നാൽ ഇന്ന് അവൻ എഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ തെറ്റിപ്പോയി. അന്ന് സ്വയനീതിയിൽ നിൽക്കുന്നുവെങ്കിലും നീ പറഞ്ഞത് തെറ്റിപ്പോയി, നീ ചെയ്തത് തെറ്റിപ്പോയി എന്ന് പറയുന്ന ഒരുവൻ നമ്മുടെ ഉള്ളിൽ ഇന്ന് സജീവമായിട്ട് എഴുന്നേറ്റ് പ്രവർത്തിക്കണം. ഈ ഉപവാസ പ്രാർത്ഥനയുടെ ജയം അതായിരിക്കട്ടെ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ അങ്ങനെ ഒരു കാര്യം നമുക്ക് സാധിച്ചു കിട്ടിയാൽ മറ്റാരും പറയണ്ട, മറ്റെല്ലാറ്റേക്കാളും വലിയ വിധിയാണ്, എല്ലാറ്റിലും വലിയ വിധിയാണ് സ്വന്തം മനസാക്ഷി. സ്വന്തം മനസാക്ഷിയുടെ പ്രവർത്തനം പറയുമ്പോൾ ഓർപ്പിപ്പിക്കും, ആക്ഷേപിക്കും, മനുഷ്യന്റെ കാഠിന്യത്തെ ഓർപ്പിക്കും. ഇങ്ങനെ മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ മനസാക്ഷിയുടെ പ്രത്യേകതയാണ്, പ്രവർത്തനങ്ങളാണ്. ഇന്ന്
ദൈവത്തിന്റെ വചനത്താലും ഈ ഉപവാസത്താലും പരമാർത്ഥ മനസ്സുണർന്ന് നമ്മുടെ തെറ്റുകളെ വിധിച്ച് തെറ്റുകളെ ഓർമ്മപ്പെടുത്തി ക്രമീകരണം പ്രാപിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വന്നാൽ ദൈവം പ്രസാദിക്കുക, ദൈവം അതിന്മേൽ പ്രവർത്തിക്കാതിരിക്കാൻ ദൈവത്തിന് സാധിക്കില്ല. സർവശക്തനായ ദൈവം അതിൽ പ്രവർത്തിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. ഇനിയും നമ്മളെ തന്നെ നീതീകരിക്കാനല്ല, ദൈവമേ ഇന്ന് പരമാർത്ഥ മനസ്സുണർന്ന് ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങൾ തന്നെ വിധിക്കട്ടെ, ഞങ്ങളുടെ ഉള്ളം വിധിക്കട്ടെ, ഞങ്ങൾ അതിൽ ക്രമീകരണം പ്രാപിക്കട്ടെ. ഈ ഉപവാസ പ്രാർത്ഥനയെ മറികടന്ന് പോകുന്ന ഒരു തെറ്റും ഒരു കുറ്റവും ഒരു കർമ്മബന്ധവും ഞങ്ങൾക്കോ ഞങ്ങളുടെ സഹോദരങ്ങൾക്കോ ഞങ്ങളുടെ സഭയ്ക്കോ ഉണ്ടാകാതെ വണ്ണം കർത്താവ് ഉപവാസത്തെ മാനിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് മുട്ടുകളടക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവെ, കൃപയാൽ ഞങ്ങളെ ഈ സമയം വരെയും നടത്തിയ ദൈവം ഇന്നും മാറ്റമില്ലാത്തനായി ഞങ്ങളോടൊപ്പം ഉള്ളതുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവെ, ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി കർത്താവിന്റെ സന്നിധിയിലേക്ക് മുട്ടുകളെ മടക്കിയിരിക്കുന്ന കർത്താവ് ജനത്തെ കർത്താവ് ഓർക്കണമേ. കർത്താവെ, ഇന്ന് ഞങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ സമ്മതിക്കുന്ന കാര്യം കർത്താവ് ഞങ്ങളിൽ വസിക്കുമാറാക്കി ഞങ്ങളുടെ തെറ്റുകളെക്കുറിച്ചും കുറ്റങ്ങളെക്കുറിച്ചും ഓർപ്പിക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന, ഞങ്ങൾ വസിക്കുമാറാക്കിയ ആത്മാവിനെ ഞങ്ങൾ ധിക്കരിച്ചിട്ടുള്ള വിഷയങ്ങളെല്ലാം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കർത്താവെ ഞങ്ങൾ കൊണ്ടുവരുന്നു. അത് തെറ്റും കുറ്റവുമാണെന്ന് തന്നെ കർത്താവെ ദാവീദിന്റെ ഉള്ളിൽ കർത്താവെ അത് വെളിപ്പെടുത്തി അവൻ മരണയോഗ്യനെന്ന് പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ഞങ്ങളുടെ നല്ല മനസാക്ഷി ഉണർന്ന് ദൈവമേ ഞങ്ങൾ തെറ്റുകളെ വിധിപ്പാൻ തക്കവണ്ണം അതിന്മേൽ ക്രമീകരണം പ്രാപിപ്പാൻ തക്കവണ്ണം അതിൽ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ദൈവത്താലുള്ള യഥാസ്ഥാനം ലഭിപ്പാൻ തക്കവണ്ണം കർത്താവ് ചതഞ്ഞ ഉടയോടിച്ച് കളയാത്തവൻ, പുകയുന്ന തിരികെ എടുത്ത് കളയാത്തവൻ ഞങ്ങൾക്ക് വേണ്ടി വലിയ പ്രവർത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കും. നാം മഹത്വം പറയാൻ കാത്തോളമേപ്പിച്ച് അനുഗ്രഹിക്കണമേ. സ്തോത്രം സ്തോത്രം സ്തോത്രം.